ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 19th ഫ്ലോർ എന്ന സീരീസിന്റെ 24ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്നാൽ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ ആ ഗെയിമിലോട്ട് പുതിയ ഒരാൾ വന്നേക്കാണ്. അപ്പൊ വന്ന ഉടനെ തന്നെ ആ മോൺസ്റ്റർ അയാളെ വെട്ടിക്കൊല്ലുകയാണ് കേട്ടോ. എന്താ സംഭവം എന്നറിയാമോ നിങ്ങൾക്ക്? അതായത് ഈ ബോസ് ആണെങ്കിൽ ആ ഗെയിമിൽ പരീക്ഷണം നടത്തുകയാണ്. അതായത് ഇത് ഫ്ലാഷ് ബാക്ക് ആണ് കേട്ടോ. ഇതേ നേരമാണ് അങ്ങോട്ട് ഹീറോയിന്റെ അച്ഛനോടെ കയറി വരുന്നത്. എന്നിട്ട് ബോസിനോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറയാണ്. അങ്ങനെ അവിടെ നിന്ന് എല്ലാരെയും പുറത്താക്കാണ്. ബോസും ഹീറോയിന്റെ അച്ഛനും ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ്. അപ്പൊ ഈ ഹീറോയിന്റെ അച്ഛന് ഈ എക്സ്പെരിമെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. കാരണം ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളതാണ്. എല്ലാരെയും ഇത് അപകടത്തിൽ കൊണ്ടാക്കും. കുറെ ആൾക്കാർ കോമയിൽ പോവും. സാധാരണ ആൾക്കാരൊക്കെ കോമയിൽ പോവും. അത്രയും ആൾക്കാരെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്നാണ് ഹീറോയിന്റെ അച്ഛൻ ചോദിക്കുന്നത്. എന്നാൽ ബോസ് ഇത് നിർത്താൻ തയ്യാറല്ല കേട്ടോ. അങ്ങനെ വീണ്ടും എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ ഹീറോയിന്റെ അച്ഛൻ ആ കമ്പനിയിൽ നിൽക്കുകയാണെങ്കിൽ അത് ബോസിന് പ്രശ്നമാവുമെന്ന് വിചാരിച്ചിട്ട് ബോസ് ഹീറോയിന്റെ അച്ഛൻ ആ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. അതായത് ഈ കാലത്ത് ടിയാൻജി എന്ന് പറയുന്ന ആ കമ്പനി ഇല്ല, ഒറ്റ കമ്പനിയുള്ളൂ. അത് മൈക്രോടെക് എന്ന് പറയുന്ന കമ്പനിയാണ്. ആ മൈക്രോടെക് എന്ന് പറയുന്ന കമ്പനിയിലാണ് ഹീറോയിന്റെ അച്ഛനും പിന്നെ ഈ ബോസും വർക്ക് ചെയ്തത്. ഹീറോയിന്റെ അച്ഛൻ കമ്പനിയിൽ നിന്ന് പോകുന്ന സമയത്ത് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ഹീറോയിന്റെ അച്ഛന്റെ ഒരു പ്രോജക്റ്റ് ആണ്. പുള്ളിക്കാരൻ കണ്ടുപിടിച്ച പ്രോജക്റ്റ് ആണ്. പിന്നെ പുള്ളിക്കാരന്റെ കയ്യിലുള്ള ഒരു ഫോട്ടോയിൽ നോക്കുകയാണ്. അതിനകത്ത് ഹീറോയിനും ഹീറോയിന്റെ അച്ഛനും അമ്മയാണ് നിൽക്കുന്നത്. ഈ ഗെയിം കണ്ടുപിടിക്കാൻ തന്നെ കാരണം ഹീറോയിനാണ് കേട്ടോ. അതായത് ഹീറോയിന്റെ അച്ഛന് ഹീറോയിന്റെ അടുത്ത് നേരിട്ട് സംസാരിക്കാൻ എന്തോ പോലെ, അതുകൊണ്ട് ഗെയിമിൽ വെച്ച് കണ്ട് സംസാരിക്കാന്നാണ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ ഗെയിം കണ്ടുപിടിച്ചത്. എന്തായാലും ഹീറോയിന്റെ അച്ഛൻ കമ്പനിയിൽ നിന്നൊക്കെ റിസൈൻ ചെയ്തിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങി വരികയാണ് കേട്ടോ. അപ്പൊ നടന്ന് വീട്ടിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇതേ നേരം തന്നെ ഹീറോയിൻ അതുവഴി നടന്നു വന്നുണ്ട്. കൂടെ കൂട്ടുകാരി പെൺകുട്ടിയുണ്ട് കേട്ടോ. അപ്പൊ കൂട്ടുകാരി പെൺകുട്ടി ചോദിക്കുന്നുണ്ട് ഹീറോയിന്റെ അടുത്ത്, അടുത്തതായിട്ട് നീ ഏത് കോളേജിലാ അഡ്മിഷൻ എടുക്കാൻ പോകുന്നതെന്ന്. ഇതേ നേരം ഹീറോയിന്റെ അച്ഛൻ ആരോ വിളിക്കുകയാണ് കേട്ടോ. അത് മറ്റാരുമല്ല, നമ്മൾ ഈ സീരീസിന്റെ തുടക്കത്തിൽ ഒരാളെ കണ്ടില്ലേ, പേടിച്ചോടിയ ഒരാള്, മുടിയൊക്കെ വളർത്തിയ ഒരാള്. അയാൾ ആദ്യം ഇങ്ങനെ മുടിയൊന്നും വളർത്തിയിട്ടില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലൊരു സയന്റിസ്റ്റ് ആയിരുന്നു. പുള്ളിക്കാരനും ഇതിനോട് താല്പര്യമില്ല. സാധാരണപ്പെട്ട ആൾക്കാരെ ദ്രോഹിക്കാൻ പുള്ളിക്കാരനും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിന്റെ അച്ഛനെ ഒരു സ്ഥലത്തോട്ട് വിളിച്ചുകൊണ്ട് വരാണ്. എന്നിട്ട് കുറെ അധികം സത്യങ്ങൾ പറയാണ്. അതായത് ഈ ബോസ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, ടിയാൻജി എന്ന് പറയുന്ന കമ്പനി തുടങ്ങാൻ പോവാണ്. അത് മാത്രമല്ല ആ കമ്പനി ആയിരിക്കും 19th ഫ്ലോർ എന്ന് പറയുന്ന ഗെയിം റിലീസ് ആക്കാൻ പോകുന്നത്. ആ ഗെയിമിന്റെ പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല കേട്ടോ. ആരെങ്കിലും ഒരാൾ അതിനകത്ത് വെച്ച് മരിക്കുകയാണെങ്കിൽ റിയൽ ലൈഫിൽ കോമയിൽ പോകും. ഇതൊക്കെ ഹീറോയിന്റെ അച്ഛൻ്റെ അടുത്ത് ഈ സയന്റിസ്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും ഹീറോയിന്റെ അച്ഛന് ഇത് കേട്ടിട്ട് വെറുതെ ഇരിക്കാൻ പറ്റുമോ? കാരണം പുള്ളിക്കാരൻ കണ്ടുപിടിച്ച ഗെയിം കൊണ്ട് ഇത്രയും ആൾക്കാരെ ഉപദ്രവിക്കാൻ പറ്റത്തില്ല. ഈ ഹീറോയിന്റെ അച്ഛൻ നല്ല ഒരാളാണ് കേട്ടോ. നമ്മൾ ഇത്രയും നേരം കേട്ട ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉണ്ടല്ലോ, അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ട കാര്യങ്ങളൊക്കെ വെറും കള്ളത്തരമാണ്. ഈ ബോസിന്റെ വെറും ഒരു പ്ലാൻ ആയിരുന്നു അതൊക്കെ. എന്തായാലും ഹീറോയിന്റെ അച്ഛൻ വിചാരിക്കുകയാണ് ബോസിനെ ഈ ഗെയിം റിലീസ് ചെയ്യാൻ സമ്മതിച്ചുകൂടാന്ന്. അതുകൊണ്ട് തന്നെ ഹീറോയിന്റെ അച്ഛനാണെങ്കിൽ ടിയാൻജി എന്ന് പറയുന്ന കമ്പനിയിൽ വരാണ്. അതായത് ആ കമ്പനി അന്ന് കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ, ഫൗണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. ആ കമ്പനിയിൽ വന്നിട്ട് ബോസിനെ കാണാനായിട്ട് നിൽക്കുന്ന നേരം അവിടുത്തെ സെക്യൂരിറ്റികൾ സമ്മതിക്കുന്നില്ല കേട്ടോ. ഹീറോയിന്റെ അച്ഛനെ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുകയാണ്. എന്തായാലും ആ കമ്പനിയിൽ കയറിയില്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ ആ കമ്പനിയിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരുന്ന ട്രക്കുണ്ട്. ആ ട്രക്കിനകത്ത് ഒളിച്ചിരുന്ന് ആ കമ്പനിയിൽ കയറുകയാണ്. എന്നിട്ട് എങ്ങനെയൊക്കെയോ ആ സെർവർ റൂമിൽ വരികയാണ് കേട്ടോ. ഇതിനുശേഷം അവിടുത്തെ VR എടുത്ത് അവിടുത്തെ സെർവർ റൂമിൽ കുത്തിയിട്ട് ആ ഗെയിമിലോട്ട് കടക്കുകയാണ് ഹീറോയിന്റെ അച്ഛൻ. അതായത് ആ ഗെയിമിനകത്തൊരു വാതിലുണ്ട് കേട്ടോ. ആ വാതിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ ഡോറിനുള്ളിൽ കൂടെ വൈറസ് കടത്തിയിട്ടിട്ട് ഈ ഗെയിമിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയാൻ പറ്റും. അതാണ് ഹീറോയിന്റെ അച്ഛന്റെ പ്ലാൻ. എന്നാൽ ഹീറോയിന്റെ അച്ഛൻ അത് തപ്പുന്ന നേരത്ത് ആ ഡോറൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ഗെയിമിനെ അടിമുടി മോഡിഫൈ ചെയ്തിട്ടാണ് ബോസ് ഇറക്കുന്നത് കേട്ടോ. അങ്ങനെ ആ ഡോറ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഗെയിം മൊത്തം ഈ ഹീറോയിന്റെ അച്ഛനിരുന്ന് കളിക്കുകയാണ് കേട്ടോ. അതായത് എല്ലാ ലെവലും കളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലെവലുണ്ട്, അതായത് മറ്റേ ക്ലൗണിന്റെ ലെവലില്ലേ, ആ സർക്കസ് കൂടാരൊക്കെ ഉള്ള ആ ലെവലില്ലേ, ആ ലെവലിൽ വെച്ച് ഹീറോയിന്റെ അച്ഛനെ ബോസ് വന്ന് കത്തിക്ക് കുത്തുകയാണ് കേട്ടോ. അങ്ങനെ ഹീറോയിന്റെ അച്ഛനാണെങ്കിൽ എങ്ങനെയൊക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ബോസിന്റെ കയ്യിൽ നിന്ന്. അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ട സയന്റിസ്റ്റ് ഇല്ലേ, അതായത് ഈ സീരീസിന്റെ എപ്പിസോഡിൽ പേടിച്ചോടിയ ഒരു സയന്റിസ്റ്റ്, ആ സീൻ നമ്മളെ കാണിക്കുകയാണ്. അതെന്താന്ന്, അതായത് ഈ സയന്റിസ്റ്റിന്റെ പിറകെ എന്തോ ജീവി ഉണ്ട് കേട്ടോ, എന്തോ വലിയ ജീവി. അതായത് ഹീറോയിന്റെ അച്ഛൻ കാണാതെ പോയോണ്ട് ഹീറോയിന്റെ അച്ഛനെ തിരക്കി ഇറങ്ങിയതാണ് ഈ ഗെയിമിലോട്ട്. സയന്റിസ്റ്റിന് അറിയായിരുന്നു ഹീറോയിന്റെ അച്ഛൻ എന്തായാലും ഈ ഗെയിമിൽ കാണുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗെയിമിലോട്ട് തിരക്കി ഇറങ്ങിയത്. എന്തായാലും അങ്ങനെ പേടിച്ചോടുന്ന സമയത്ത് പിറകെ എന്തോ ഭീകര ജീവി ഉണ്ട് കേട്ടോ. അതിന്റെ കയ്യിൽ പെടാതെ ആരോ ഒരാൾ ഈ സയന്റിസ്റ്റിന്റെ വാ കയറി പൊത്തിപ്പിടിച്ചിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി നിർത്തുകയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിന്റെ അച്ഛനാണ് കേട്ടോ. ഇത് കണ്ട നേരത്ത് ഹീറോയിന്റെ അച്ഛൻ ചോദിക്കുകയാണ് നീ എന്താ ഈ ഗെയിമിൽ ചെയ്യുന്നതെന്ന്. അപ്പൊ സയന്റിസ്റ്റ് പറയാണ് നിങ്ങൾ ഒന്ന് കരുതിയിരിക്കണം, നിങ്ങളുടെ മോളെ ഈ ഗെയിമിലോട്ട് കൊണ്ടുവരാൻ പോവുക. അത് നിങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ പിടികൊടുക്കല്. എന്തായാലും അവര് മോളെ ഈ ഗെയിമിലോട്ട് കൊണ്ടുവരുമെന്ന്. അതായത് ഈ ബോസിന്റെ വെറും ഒരു പ്ലാൻ ആയിരുന്നു ഹീറോയിനെ ഈ ഗെയിമിലോട്ട് കൊണ്ടുവരാൻ. ആരെയും റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തതൊന്നുമല്ല. അതായത് ഹീറോയിന്റെ അച്ഛൻ എന്തായാലും ഗെയിം നശിപ്പിക്കുമെന്ന് ഈ ബോസിന് അറിയാം. അതുകൊണ്ട് ഈ ഗെയിം നശിപ്പിക്കാതിരിക്കാനായിട്ട് ഹീറോയിനെ ഈ ഗെയിമിലോട്ട് കൊണ്ടുവരാണെങ്കിൽ ഹീറോയിന്റെ അച്ഛൻ എന്തായാലും പേടിക്കും, ഗെയിം നശിപ്പിക്കാതിരിക്കുമെന്നാണ് ഈ ബോസ് വിചാരിച്ചിരിക്കുന്നത്. ഇതേ നേരം ഇവർ
രണ്ടുപേരും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ബോസ് വരുവാണ്. പക്ഷെ ബോസ് വന്ന് നോക്കുന്ന നേരത്ത് ഇവരെ കാണുന്നില്ല. അങ്ങനെ ബോസ് അവിടെ എല്ലാം പരതാണ്, ഇവരവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്. ഇതിനുശേഷം അങ്ങേര് VR ഹെഡ്സെറ്റ് ഊരാണ്. എംപ്ലോയിയുടെ അടുത്ത് പറയാണ് അവരെ കിട്ടിയില്ല, നമ്മുടെ പ്ലാൻ ബി പുറത്തെടുക്കണമെന്ന്. അതായത് ഇവർക്ക് എന്തോ പ്ലാൻ ബി ഉണ്ട്, ഇവരെ നശിപ്പിക്കാനോ എന്തെങ്കിലും ആയിരിക്കും. ഇതിനുശേഷം മറ്റേ സയന്റിസ്റ്റിനെ കാണിക്കുകയാണ്. ആദ്യത്തെ സീനിൽ ഈ സയന്റിസ്റ്റ് കണ്ണൊക്കെ ചുമന്നിരുന്നില്ലേ, അതായത് ഈ സയന്റിസ്റ്റ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഹീറോയിൻ ഒന്നും പറ്റാതിരിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹീറോയിൻ എവിടാണ്, ഹീറോയിൻ എന്താ ചെയ്യുന്നത് എന്നൊക്കെ നോക്കി നടക്കുകയാണ് ഇയാൾ. അങ്ങനെ നടന്ന് ലാസ്റ്റ് ഇയാളുടെ മെന്റൽ സ്റ്റേറ്റിന് വരെ അത് ബാധിക്കപ്പെടുകയാണ്. ലാസ്റ്റ് ഇയാൾ ഒരു പ്രാന്തനെ പോലെ ആവുകയാണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇയാൾ ആ റൂമിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടോ പോവുകയാണ് കേട്ടോ. അതായത് ഹീറോയിന് ഒന്നും വരാതിരിക്കാനായിട്ട് നോക്കി ഉറക്കം വരെ കളഞ്ഞിട്ട് ഇയാൾക്ക് ലാസ്റ്റ് ആണെങ്കിൽ പ്രാന്ത് വന്നേക്കുകയാണ്. അത് മനുഷ്യനല്ലേ, ഉറക്കമില്ലാതെ വരുമ്പം എന്തായാലും പ്രാന്തായി പോവും. ഇതിനുശേഷം കോളേജാണ് കേട്ടോ കാണിക്കുന്നത്. ആ കോളേജിലാണെങ്കിൽ TNG സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ആ കമ്പനി ഈ VRന്റെ പരസ്യമായിട്ട് വന്നേക്കുകയാണ്, അതായത് ടെസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട്. അപ്പൊ ഇത് ആരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് വന്നതെന്നറിയാലോ, ഹീറോയിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഹീറോയിനെ ഗെയിമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ കോളേജിലോട്ട് ഈ ടെസ്റ്റ് പ്രോഡക്റ്റ് എല്ലാം കൊണ്ടുവന്നേക്കുന്നത്. അവര് കരുതിയതുപോലെയാണ് ഹീറോയിൻ ആ പ്രോഡക്റ്റിനകത്ത് ചെന്ന് പെടുകയാണ്, അവളെടുത്ത് തലയിൽ വെക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് ഇവരുടെ തലയിൽ ആ ചിപ്പ് വന്നതെന്ന്? അത് വേറെ എങ്ങനെയല്ല, ഈ VR വെക്കുന്ന സമയത്ത് ഈ VR തന്നെ അവരുടെ തലയിൽ അത് ഘടിപ്പിക്കപ്പെടുകയാണ്. എങ്ങനെയൊക്കെയോ ഈ VR ആണെങ്കിൽ അവരുടെ തലയിൽ ചെറിയൊരു ദൂരം ഉണ്ടാക്കിയിട്ട് അതിനകത്തോടാണ് ചിപ്പ് ഇൻസേർട്ട് ചെയ്യുന്നത്. അത് നമ്മളെ ഈ സീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള ആൾക്കാരില്ലേ, അതായത് കൂട്ടുകാരി, പെൺകുട്ടി, അങ്കിള്, ഇവരൊക്കെ അറിയാതെ വന്നതാണ്. എന്തായാലും കുറച്ച് ടെസ്റ്റ് പ്രോഡക്റ്റ് കൊണ്ടുവരുമ്പോൾ കുറച്ച് ആൾക്കാർ ട്രൈ ചെയ്യാൻ വരുമല്ലേ, അങ്ങനെ അവരറിയാതെ വന്ന് പെട്ട ആൾക്കാരാണ് ഇവരൊക്കെ. പക്ഷേ ഹീറോയിനെ ഇവർ കരുതി കൂട്ടി കൊണ്ടുവന്നതാണ്. അപ്പൊ ഹീറോയിൻ ആണെങ്കിൽ ആ VR എടുത്ത് തലയിൽ വെച്ചതിന് ശേഷം ഗെയിമിലോട്ട് കടക്കുകയാണ് കേട്ടോ. ഇതേ നേരം ഹീറോയിനെ നോക്കിയിട്ട് ഹീറോയിന്റെ അച്ഛനും അതിനകത്തുണ്ട്. അതായത് ഹീറോയിൻ ഒന്നും പറ്റില്ലെന്ന് വിചാരിച്ചിട്ട് ആ ഗെയിമിൽ ഹീറോയിൻ പോകുന്നിടത്തെല്ലാം ഉണ്ട് കേട്ടോ അച്ഛൻ. ഇത് കണ്ട നേരത്ത് ഹീറോയിന്റെ അച്ഛന് ഒരുപാട് വിഷമായി. കാരണം പൊന്നു പോലെ നോക്കിയ ഒരു മോളെയാണ് ആ ബോസ് ഗെയിമിലോട്ട് കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ഏതച്ഛനായിരുന്നാലും വിഷമം വരത്തില്ലേ. നമ്മൾ ഇതുവരെ കണ്ട ഈ അച്ഛനെ പറ്റി കണ്ടതെല്ലാം വെറും കള്ളത്തരമാണ് കേട്ടോ. ഈ അച്ഛൻ വളരെയധികം പാവപ്പെട്ട ഒരാളാണ്. ഈ ബോസ് എല്ലാം കള്ളം പറഞ്ഞ് നമ്മളെ വിശ്വാസപ്പെടുത്തിയതാണ്. ഇതേ നേരം ഹീറോയിൻ തലയിലെ VR ഊരുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് അങ്കിളും കൂടെ VR വെച്ചിട്ട് ആ ഗെയിമിലോട്ട് കിടക്കുകയാണ്. അതായത് ഹീറോയിൻ ആ ഗെയിമിൽ നിന്ന് പുറത്തു പോയി, എന്നാൽ അങ്കിള് ഗെയിമിലോട്ട് വന്നു. നിങ്ങൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഓർക്കുന്നുണ്ടോ, അതായത് അങ്കിളും ഹീറോയിന്റെ അച്ഛനും ഒരാളാണെന്ന്. പക്ഷെ അത് അങ്ങനല്ല ഗൈസ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് എങ്ങനെയാന്ന് പറഞ്ഞു തരാം. അങ്കിള് വേറൊരു വ്യക്തിയാണ്, ഹീറോയിന്റെ അച്ഛൻ വേറൊരു വ്യക്തിയാണ്. പക്ഷെ ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് എങ്ങനെയൊക്കെയോ ഹീറോയിന്റെ അച്ഛനായിട്ട് മാറിയതാണ് അങ്കിള്. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്ന്. ഞാൻ ഇങ്ങനെ ഒരു ടെസ്റ്റ് പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ ഈ ടെസ്റ്റ് പ്രോഡക്റ്റ് ഒക്കെ നോക്കിയിട്ട് ഹീറോയിനും അങ്കിളും എല്ലാരും കൂടെ ബസ്സിൽ കയറി എങ്ങോട്ടോ പോയില്ലായിരുന്നു. മിക്കവാറും ഈ കോളേജിന്റെ തുടക്കത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഓറിയന്റേഷൻ ക്ലാസ് തരത്തില്ലേ, അതിന് കൊണ്ടുപോയതായിരിക്കും. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ സയന്റിസ്റ്റ് ഭ്രാന്തായിട്ട് ബസ്സിന്റെ മുമ്പിൽ എടുത്ത് ചാടിയത്. ബസ് ആക്സിഡന്റ് ആവുന്നതും പിന്നെ റൗഡി പയ്യനും കൂട്ടുകാരൻ പയ്യനും അമൂൽ പയ്യനും ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോഴാണ് നമ്മൾ കാത്തിരുന്ന ആ കാര്യം വരുന്നത്. അതായത് അങ്കിള് കോമയിലോട്ട് പോയട്ടോ. ആക്സിഡന്റ് കാരണം അങ്കിള് കോമയിലോട്ട് പോയി. അങ്കിളിന് ബ്രെയിൻ ഡാമേജ് പറ്റി, ഇനി അങ്കിൾ ഒരിക്കലും തിരിച്ചു വരത്തില്ലെന്നാണ് ആ ഡോക്ടർ പറയുന്നത്. അങ്കിള് മറ്റേ ടെസ്റ്റ് പ്രോഡക്റ്റ് നോക്കിയില്ലായിരുന്നു VR, അതേപോലെ കൂട്ടുകാരി പെൺകുട്ടിയും നോക്കി. അപ്പൊ ഈ അങ്കിളിന്റെ തലയിൽ ഓൾറെഡി ചിപ്പ് ഉണ്ട് കേട്ടോ. അതായത് ആ VR വെച്ച സമയത്ത് വന്നതാണ്. കൂട്ടുകാരി പെൺകുട്ടിയുടെ തലയിലും ഉണ്ട് അതേ ചിപ്പ് തന്നെ. ഈ സമയത്താണ് എങ്ങനെയൊക്കെ, അതായത് ആ ചിപ്പ് കാരണം ഹീറോയിന്റെ അച്ഛന്റെ തലയിലുള്ള ചിപ്പും പിന്നെ അങ്കിളിന്റെ തലയിലുള്ള ചിപ്പുമായിട്ട് കണക്ട് ആയി. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് സ്വാപ്പായി. അങ്കിള് ബ്രെയിൻ ഡാമേജ് വന്നിട്ട് ഇപ്പൊ വർക്ക് ആവത്തില്ലല്ലോ അങ്കിളിന്റെ ബ്രെയിൻ. അതുകൊണ്ട് തന്നെ ഹീറോയിന്റെ അച്ഛന്റെ ബ്രെയിനിലുള്ള എല്ലാം, അതായത് എല്ലാ ഓർമ്മകളും അങ്കിളിന്റെ തലച്ചോറിനകത്തോട്ട് ഷിഫ്റ്റ് ആയി. അതായത് അങ്കിളിന്റെ തലച്ചോറിലോട്ട് അത് പോയി. ഇപ്പൊ സത്യം പറഞ്ഞാൽ അങ്കിളിന്റെ ദേഹത്തുള്ളത് ഹീറോയിന്റെ അച്ഛനാണ്. അങ്ങനെയാണ് ഹീറോയിന്റെ അച്ഛൻ അങ്കിളിന്റെ ദേഹത്ത് വന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ല എങ്ങനെയാണ് വന്നതെന്ന്. അത് മാത്രമല്ല കേട്ടോ, അമൂൽ പയ്യന്റെയും റൗഡി പയ്യന്റെയും കൂട്ടുകാരൻ പയ്യന്റെയും തലയിൽ അവര് VR വെച്ചിട്ടൊന്നും അല്ല അത് വന്നത്. ഈ ഹോസ്പിറ്റലിലുള്ള ആൾക്കാർ മനഃപൂർവ്വം അവരുടെ തല ഓപ്പറേഷൻ ചെയ്തിട്ട് ചിപ്പ് വെച്ചതാണ്. പക്ഷേ ഹീറോയിന്റെയും അങ്കിളിന്റെയും കൂട്ടുകാരി പെൺകുട്ടിയുടെയും തല ഓപ്പറേഷൻ ചെയ്തിട്ടല്ല. അവർ മറ്റേ VR എടുത്ത് വെച്ചപ്പോഴാണ് അവരുടെ തലയിൽ അത് വന്നത് കേട്ടോ, ചിപ്പ് വന്നത്. അങ്ങനെ അവർ ഹോസ്പിറ്റലൈസ്ഡ് ആയതിനു ശേഷമാണ് അവർ ആ ഗെയിമിലോട്ട് വന്നത്. അപ്പൊ അങ്കിളും ഗെയിമിലോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്കിളിന്റെ ദേഹത്ത് ഇപ്പൊ ആരാണ്, അതായത് ഹീറോയിന്റെ അച്ഛനാണുള്ളത്. അപ്പൊ ഹീറോയിന്റെ അച്ഛൻ ഹീറോയിനെ ആ ഗെയിമിൽ കണ്ടപ്പോഴേ ഞെട്ടിപ്പോയി. കാരണം സ്വന്തം മോള് ഇത് കണക്കത്തെ അപകടം പിടിച്ച ഒരു ഗെയിമിന്റെ അകത്തല്ലേ വന്ന് നിൽക്കുന്നത്. ആർക്കാരെന്നാലും ഒരു വിഷമം കാണത്തില്ലേ. എന്തായാലും ഈ അങ്കിൾ ആണെങ്കിൽ ഹീറോയിന്റെ അച്ഛനല്ലേ അങ്കിളിന്റെ ദേഹത്തുള്ള, അതുകൊണ്ട് തന്നെ ഈ അങ്കിൾ ആണെങ്കിൽ ഹീറോയിൻ ഒന്നും പറ്റാതെ പലതവണ സഹായിച്ചിട്ടുണ്ട് ഈ അങ്കിൾ. അതായത് ഈ അങ്കിളിന് ഓൾറെഡി എല്ലാ ഗെയിമും അറിയാം കേട്ടോ. ഓൾറെഡി എല്ലാ ലെവലും കംപ്ലീറ്റ് ആയതാണ്. ഹീറോയിന് അപകടം പറ്റാതെ എല്ലാ കാര്യത്തിലും അങ്കിൾ കൂടെ ഉണ്ടായിരുന്നു. ഹീറോയിന്റെ അച്ഛനാണ് അങ്കിളിന്റെ ദേഹത്തുള്ളത്, അത് ഓർക്കണം കേട്ടോ. നമ്മൾ ഇതുവരെ കേട്ട കാര്യങ്ങളെല്ലാം ഹീറോയിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തതാണ്. നിങ്ങൾക്ക് ഇപ്പം കാര്യം മനസ്സിലായോ? അതായത് ഹീറോയിന്റെ അടുത്ത് അങ്കിള് തലേ ദിവസം വന്നിട്ട് ഈ സത്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. അതേ സെയിം സത്യങ്ങളാണ് ഹീറോയിന്റെ അടുത്ത് ഇന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഹീറോയിൻ കണ്ണ് തുറന്ന ശേഷം പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ഇപ്പൊ കേട്ട
കേട്ടതെല്ലാം ഫ്ലാഷ് ബാക്ക് ആയിരുന്നു കേട്ടോ. അപ്പൊ ഹീറോയിനും ഹീറോയും ഷോർട്ട് ഹെയറും ഇൻഫ്ലുവൻസർ പെൺകുട്ടിയും പിന്നെ ഫാൻ ബോയും ഉണ്ട്. ഇവരെല്ലാം എവിടാന്നറിയാമോ? അതായത് നമ്മുടെ അങ്കിൾ ഒരാളെ കാണാൻ പോയില്ലായിരുന്നോ? അങ്കിളിന്റെ ദേഹത്ത് ഹീറോയിന്റെ അച്ഛനാണ് കേട്ടോ. ഒരാളെ കാണാൻ പോയില്ലായിരുന്നു. ആരായിരുന്നു? നിങ്ങൾക്ക് അറിയാമോ ആരായിരുന്നു? സീനിയർ പെൺകുട്ടിയുടെ അച്ഛനെയാണ് കേട്ടോ. അപ്പൊ ഈ സീനിയർ പെൺകുട്ടിയുടെ അച്ഛനും ഹീറോയിന്റെ അച്ഛനുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു സ്ഥലം കൊടുത്തതാണ് താമസിക്കാൻ വേണ്ടിയിട്ട്, ടിയാൻജിയിലെ ആൾക്കാർ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ടിയാൻജിയുടെ ആൾക്കാർക്ക് വേണ്ടത് ഹീറോയിന്റെ അച്ഛനെയാണ്, ഹീറോയിനെ അല്ല. അപ്പൊ അവർക്ക് അച്ഛനെ കിട്ടിക്കഴിഞ്ഞ് അച്ഛനെ ഒരു സ്ഥലത്ത് ലോക്കാക്കി വെച്ചേക്കാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? അതായത് ഈ കോമയിൽ പോയ ആൾക്കാർ ഇപ്പോഴും ജീവനോടുണ്ട്. അവരെ ഒരു സ്ഥലത്ത് പൂട്ടി വെച്ചേക്കാണ്. സാധാ ആൾക്കാർ ജീവിക്കുന്ന കണക്ക് ഫുഡ് കഴിക്കുക, ഉറങ്ങുക, അങ്ങനെ ഒരു ജീവിതമാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരുടെ മൈൻഡ് ഇപ്പോഴും ജീവനോടുണ്ട്. അതായത് അവരെ ഏതോ ഒരു കൂട്ടിൽ പൂട്ടിയിട്ടേക്കാണ്. അതിൽ നിന്ന് എങ്ങനെയും രക്ഷിച്ചോണ്ട് വന്നാൽ മതിയായിരുന്നു. അപ്പൊ സീനിയർ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹീറോയിന്റെ അച്ഛൻ, അങ്കിളിന്റെ രൂപത്തിൽ. അതായത് ഞാൻ ആ സ്ഥലത്ത് പോയിട്ട് സീനിയർ പെൺകുട്ടീനെ എന്തായാലും തിരിച്ചു കൊണ്ടുവരുമെന്ന്. അപ്പൊ അതിന് പകരമായിട്ട് ഹീറോയിനെയും ബാക്കിയുള്ള ആൾക്കാരെയും സൂക്ഷിക്കണമെന്ന് ഹീറോയിന്റെ അച്ഛൻ, അതായത് അങ്കിള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സീനിയർ പെൺകുട്ടിയുടെ അച്ഛൻ അത് കേൾക്കുകയാണ് കേട്ടോ. എന്തായാലും ഹീറോയിന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണോ? ഇതൊക്കെ സത്യമാണോ? ഇനി കള്ളമാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇതേ നേരം പെട്ടെന്ന് അങ്ങോട്ട് സീനിയർ പെൺകുട്ടിയുടെ അച്ഛൻ വരുവാണ് കേട്ടോ. എന്നിട്ട് അച്ഛൻ പറയാണ്, ഇതൊന്നും ഒരിക്കലും കള്ളമല്ല, കാരണം നമ്മുടെ കമ്പനി സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ അങ്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സീക്രട്ട് എല്ലാം ഹീറോയിന്റെ അച്ഛനും ഈ സീനിയർ പെൺകുട്ടിയുടെ അച്ഛനും മാത്രമേ അറിയത്തുള്ളായിരുന്നു. ആ സീക്രട്ടാണ് അങ്കിള് സീനിയർ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഉറപ്പായല്ലോ അത് ഹീറോയിന്റെ അച്ഛനാണെന്ന്. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഹീറോനൊക്കെ ആ ഡിവൈസ് കൊണ്ടുവന്ന് അങ്കിള് കൊടുത്തില്ലായിരുന്നു, അതായത് ഹീറോയിന്റെ അച്ഛൻ. അപ്പൊ ആ ഡിവൈസ് വെച്ചിട്ട് എല്ലാവരുടെ തലയിലുള്ള ചിപ്പ് റിമൂവ് ചെയ്ത് മാറ്റി കേട്ടോ. അതായത് ഇപ്പൊ ആരുടെ തലയിലും ചിപ്പില്ല, അവര് ഗെയിമിലോട്ട് കടക്കത്തുമില്ല. ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല ടിയാൻജിക്കാർക്ക് ഇനി അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ ചിപ്പ് ഉണ്ടെങ്കിൽ അവർ എന്താ ചെയ്യുന്നത്, എന്താ കാണുന്നതെന്നൊക്കെ അവർക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അവർക്ക് അതിനും വഴിയില്ല. പക്ഷെ അവർക്ക് ആവശ്യമുള്ള ആളെ കിട്ടിയിട്ടുണ്ട്. ഹീറോയിന്റെ അച്ഛനെയായിരുന്നു അവർക്ക് ആവശ്യം. കഴിഞ്ഞ ഗെയിമില് തീയിൽ ചാടി ചത്തില്ലായിരുന്നു. അപ്പോഴത്തേക്ക് എന്താ പറ്റിയെന്ന് അറിയാമോ? ഹീറോയിന്റെ അച്ഛൻ ഒരു ലെവലിൽ ട്രാപ്പായി കിടക്കുകയാണ്. അതായത് ഈ കോമയിൽ പോയ ആൾക്കാർ ഒരു സ്ഥലത്തുണ്ട് ജീവനോടെ, അവിടെ ട്രാപ്പാക്കി ഇട്ടേക്കാണ് ഹീറോയിന്റെ അച്ഛന്. അവിടെ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ സീനിയർ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് അവിടെ നിന്ന് ഒറ്റ ഒരാൾക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്നാണ്. അത് വേറെ ആരുമല്ല, ഹീറോയിന്റെ അച്ഛനാണ്. ഹീറോയിന്റെ അച്ഛന് മാത്രമേ അറിയത്തുള്ളൂ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടേണ്ടതെന്ന്. അപ്പൊ ഹീറോയിന്റെ അച്ഛൻ പോവുകയാണെങ്കിൽ എല്ലാവരെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാൻ പറ്റും. എന്തായാലും സീനിയർ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു VR എടുത്ത് ഹീറോയിന് കൊടുക്കുകയാണ്. നിങ്ങൾ പേടിക്കേണ്ട, അത് മറ്റേ VR അല്ല കേട്ടോ. അതായത് ഹീറോയിന്റെ അച്ഛൻ ഹീറോയിന് വേണ്ടി ഉണ്ടാക്കിയ VR ആണ്. അതിനകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഹീറോയിന്റെ അച്ഛൻ സഹായിച്ചതും അങ്കിളിന്റെ രൂപത്തിൽ വന്നതും എല്ലാം. അതായത് ഓരോ ഗെയിമിലും ഹീറോയിന് വേണ്ടി അങ്കിൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഹീറോയിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോയിന്റെ അച്ഛൻ അങ്കിളിന്റെ ദേഹത്ത് വന്നത്. പക്ഷെ മോശപ്പെട്ട രീതിയിലല്ല വന്നത്. അങ്കിള് കോമയിൽ പോയോണ്ടാണ് അങ്കിളിന്റെ രൂപത്തിലോട്ട്, അതായത് അങ്കിളിന്റെ ദേഹത്ത് ഹീറോയിന്റെ അച്ഛൻ വന്നിട്ട് ഹീറോയിനെ പ്രൊട്ടക്ട് ചെയ്തത്. അതൊക്കെ ആ VR-ലുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ഹീറോയിൻ ഒരുപാട് വിഷമപ്പെട്ട് കരയാണ്. കാരണം മോശപ്പെട്ട ഒരു വ്യക്തിയാണെന്നല്ലേ ഹീറോയിൻ വിചാരിച്ചിരുന്നത്. ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നത്. പക്ഷെ സ്വന്തം മോളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏതറ്റം വരെ ആ അച്ഛൻ പോയിട്ടുണ്ട് കേട്ടോ. ഇതിനുശേഷം പിറ്റേന്നാവാണ് കേട്ടോ. ഹീറോയിൻ ആണെങ്കിൽ കോളേജിന്റെ പരിസരത്തൂടെ ക്ലാസ്സിന് പോവുകയാണ്. അങ്ങനെ ക്ലാസ്സിന് ചെല്ലുന്ന നേരത്ത് ആ ക്ലാസ്സിൽ സെയിം ക്ലാസ്സിൽ തന്നെ ഇൻഫ്ലുവൻസർ പെൺകുട്ടിയും ഷോർട്ട് ഹെയറും പിന്നെ ഫാൻ ബോയും ഉണ്ട് കേട്ടോ. ഇവരെന്തിനാ അവിടെ വന്നതെന്നറിയാമോ? അത് അവരുടെ ക്ലാസ് ഒന്നുമല്ല. ഹീറോയിൻ ഒറ്റപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ട് ഹീറോയിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇതേ നേരം സാർ അങ്ങോട്ട് വരികയാണ്. ഹീറോയിൻ പണി വെച്ചു കൊടുക്കുകയാണ്. അതായത് ഹീറോയിന് കൂട്ടായിട്ട് വന്നിട്ട് ഹീറോയിൻ തന്നെ അവർക്ക് പണി വെച്ചു കൊടുക്കുകയാണ്. ഹീറോയിൻ സാറിന്റെ അടുത്ത് ചോദിക്കുകയാണ്, എവരാരെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? അപ്പൊ സാർ പറയാണ്, എനിക്കറിയത്തില്ല, ഇതൊക്കെ ആരാ, നീക്ക് ഏതാ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോടാ. ഇത് കേട്ട സമയത്ത് അവരങ്ങ് ഇല്ലാണ്ടാവുകയാണ് കേട്ടോ. അവരെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുകയാണ്. പക്ഷെ അവരൊരു തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ. കൂട്ടുകാരിയല്ലേ, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാറില്ലേ. എന്തായാലും അവരെ പറഞ്ഞു വിട്ടിട്ട് സാറ് ക്ലാസ് എടുക്കുകയാണ് കേട്ടോ. പക്ഷെ ഹീറോയിന് ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അവളുടെ ശ്രദ്ധ ഇവിടെ അല്ല, മറ്റേ ഗെയിമിലാണ്. അങ്കിളിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് ഹീറോയിന്റെ അച്ഛനെ പറ്റിയിട്ട്. എന്തായാലും ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന നേരത്ത് ഹീറോ അവളുടെ തൊട്ട് ഫ്രണ്ടിലുണ്ടായിരുന്നു. അതായത് ഹീറോ അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് ഹീറോ അവളോട് പറയാണ്, വയോ നമുക്ക് പോയി ഫുഡ് കഴിക്കാന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നടന്ന് ക്യാൻറ്റീനിൽ വരികയാണ്. അപ്പോൾ ക്യാൻറ്റീനിലാണെങ്കിൽ ഫുഡ് വാങ്ങാൻ നിൽക്കുന്ന നേരം ഹീറോയിന് അത് അങ്കിളായിട്ട് തോന്നുകയാണ്. അങ്ങനെ തോന്നിയോണ്ട് തന്നെ അവൾക്ക് ഒരുപാട് വിഷമമായിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്, ആരെയും മൈൻഡ് ചെയ്യാതെ. ഇതേ നേരം ഹീറോ അവിടുത്തെ സ്റ്റാഫിനോട് പറയാണ്, അതായത് ഫുഡ് പാഴ്സൽ തരാൻ. അങ്ങനെ ഹീറോ ആണെങ്കിൽ പാഴ്സൽ വാങ്ങിച്ചിട്ട് ഹീറോയിന്റെ പിറകെ ഓടി ചെല്ലുകയാണ്. എന്തായാലും ഹീറോയിന് ആ ഫുഡ് കൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കഴിക്കണേന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി വിഷമമായോണ്ട് ഫുഡ് കൊണ്ട് കളഞ്ഞാലോ. എന്തായാലും ആ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഹീറോയിൻ റൂമിൽ വരുന്നു. അപ്പൊ ആ റൂമിൽ നോക്കുന്ന നേരത്ത് അവിടെ ഷോർട്ട് ഹെയർ ഉണ്ട് കേട്ടോ. ഇതേ നേരം ഷോർട്ട് ഹെയർ അവളെ സമാധാനപ്പെടുത്തുന്നുണ്ട്. എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, പേടിക്കണ്ട, നീ എന്നെ ഒരു കൂട്ടുകാരിയായിട്ടല്ലേ കാണുന്നത്, ഞാനൊരു അന്യൊന്നുമല്ല, നിനക്ക് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഇത് കേട്ട ഹീറോയിൻ പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങളെല്ലാം എന്നെ സഹായിക്കുമെന്ന്. എന്തായാലും ഹീറോയിൻ അവിടെ കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഫുഡ് പാഴ്സലിൽ നിന്ന് മാറ്റുന്നില്ല, കഴിക്കുന്നില്ല. ഇതേ നേരം ഷോർട്ട് ഹെയറിന്റെ ഫോണിലോട്ട് എന്തോ മെസ്സേജ് വരികയാണ്. അതായത് അനിയത്തി അയക്കുന്ന മെസ്സേജ് ആണ് കേട്ടോ. ഇത് കണ്ട നേരത്ത് ഷോർട്ട് ഹെയർ വെപ്രാളപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പൊ ഷോർട്ട് ഹെയർ പോയ ഉടനെ തന്നെ
ഹീറോയിൻ ഈ ഫുഡ് കഴിക്കുന്നില്ല. ഹീറോയിൻ ആണെങ്കിൽ തൊട്ട് സൈഡിൽ ഇരുന്ന് അവളുടെ സ്റ്റഡി ടേബിളിൽ പോയി നോക്കുകയാണ്. ആ സ്റ്റഡി ടേബിളിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, അതായത് ഹീറോയിൻ്റെ അച്ഛനും ഹീറോയിനും പിന്നെ ഹീറോയിൻ്റെ അമ്മയുള്ളൊരു ഫോട്ടോ. അത് നോക്കി വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഹീറോയിൻ്റെ അമ്മ ഓൾറെഡി മരിച്ചുപോയി. അപ്പോൾ ഒരു അമ്മയില്ലാത്ത കുട്ടിയായിട്ടാണ് വളർന്നത്. പക്ഷെ അച്ഛൻ ജീവനോടുണ്ട്, അച്ഛൻ മൈൻഡ് ചെയ്യത്തില്ല എന്നാണ് ഹീറോയിൻ വിചാരിച്ചിരുന്നത്. എന്നാൽ അങ്ങനല്ല, ഹീറോയിൻ്റെ അച്ഛൻ ഹീറോയിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ ഒളിവിൽ പോയത്. അതായത് ഹീറോയിൻ്റെ അച്ഛൻ ഒളിവിൽ നിന്ന് പുറത്തു വരുവാണെങ്കിൽ എന്തായാലും പുള്ളിക്കാരനെ ഈ TNG കമ്പനിക്കാർ കൊന്നു കളയും. അതുമാത്രമല്ല ഹീറോയിനൊക്കെ അത് അപകടമായിരിക്കും. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ പുറത്തു വരാതെ ഇത്രയും നാൾ ഒളിവിൽ നിന്നത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഹീറോയിന് എന്തോ ഒരു കുറ്റബോധം. ഇത്രയും നാള് അത് പന്ന അച്ഛനാണ്, വൃത്തികെട്ട അച്ഛനാണെന്നല്ലേ വിചാരിച്ചോണ്ടിരുന്നത്, ഒരു മോളെ നോക്കാത്ത അച്ഛനാണെന്നല്ലേ വിചാരിച്ചോണ്ടിരുന്നത്. എന്നാൽ അവളുടെ ആ ചിന്താഗതി മൊത്തം മാറ്റി കളഞ്ഞു കേട്ടോ കഴിഞ്ഞ ഗെയിമിൽ വെച്ചിട്ട്. ഇതിനുശേഷം ബോസിനെ കാണിക്കുകയാണ് കേട്ടോ. ബോസ് ഹീറോയിൻ്റെ അച്ഛനെ നിരീക്ഷിക്കുകയാണ്. കാരണം ഹീറോയിൻ്റെ അച്ഛൻ മരിച്ചിട്ടൊന്നും പോയിട്ടില്ല. കാരണം കോമയിൽ പോയ ആൾക്കാരൊക്കെ വേറൊരു സ്ഥലത്താണ് ജീവിക്കുന്നത്, അതായത് ഒരു കൂട്ടിൽ പൂട്ടി വെച്ചേക്കാണ്. ആ കൂട്ടില് ഹീറോയിൻ്റെ അച്ഛനൊക്കെ ഉണ്ട് കേട്ടോ. അതും നോക്കി ബോസ് ഒരു ആനന്ദത്തിലിരിക്കുകയാണ്, എന്തോ നേടിയൊരു ഫീലില്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ.